Hello guys, പുതിയ ബ്ലാക്ക് ലാക്സ് വന്നു. ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എൻ്റെ കുളിച്ച് കഴിഞ്ഞ മുടിയെല്ലാം ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് റെഡി ആക്കേണ്ട സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഓയിലാണ്. ഓയിൽ ഞാൻ 2 തുള്ളിയൊക്കെ തോന്നി വന്നിട്ടോ കണ്ട നല്ലോണം ഇങ്ങനെ മസാജൊക്കെ ഇങ്ങനെ ഹെയർ ഇങ്ങനെ ചെയ്തോ കറക്റ്റാവും തുമ്പും. അപ്പം നല്ല കളറൊക്കെ കിട്ടും. എൻ്റെ മുടിയെന്ന് ഞാൻ കളർ ചെയ്തല്ലേ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഹെയർ സെറ്റ് ചെയ്യാറ്. നമുക്ക് ഇങ്ങനെ ആദ്യം തന്നെ എല്ലാത്തിനും ചേട്ടൻ വെച്ചതാണ്. മീൻസ് കുടുങ്ങി കിടക്കണം മുടിയൊക്കെ ഇങ്ങനെ നേരൊക്കെ ആകെ ഈരി നമുക്ക് ആക്കിയെന്നൊക്കെ പ്രശ്നമില്ല. കണ്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പോഴേ ചെയ്തോ. എനിക്ക് ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യാട്ടോ. ഇങ്ങനെ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ മീൻസ് ഒരു 200 സംതിങ് ഒക്കെ ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഹെയർ ഇപ്പം ശരിയാക്കി നമുക്കിനി സൈഡിൽ നിന്ന് വകച്ചില്ലായിരുന്നു. സെൻറ്ററിൽ കൊണ്ട് ഇടരുത്, ഇങ്ങനെ കൊണ്ടിടരുത്, സൈഡിൽ നിന്ന് ഇടണേന്ന് അമ്മയെ നോക്കി ഇട്ടിട്ട് കാണാം. അപ്പം വകച്ചിലൊക്കെ ഇട്ട് വെച്ചു. ഒരു നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇടാൻ ഭയങ്കര പാടാണ്. നമുക്കിനി കെട്ടണം. എങ്ങനെ കെട്ടണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ കുറേ ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ടാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അതെന്തായാലും ഞാൻ എടുക്കണ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഗായ്സ് ഞാൻ മുടി കെട്ടുന്നത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ചപ്പാത്തിയിൽ കുറച്ചുണ്ട്. നെക്സ്റ്റ് അപ്പം ഹെയർ ബാൻഡ് ഞാൻ എന്തായാലും വെക്കും. എനിക്ക് ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. മുടി ഞാൻ അപ്പം മുടി വെട്ടിക്കാണ്ടിട്ട് മുടി കളർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് സ്കൂളിൽ ഇങ്ങനെ അനുവദിക്കില്ല. എന്നെ ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു. നെക്സ്റ്റ് ആയിരുന്നാടെ ക്രീമൊന്നും ഞാൻ പറ്റാറില്ല. ഡെൻവർ ഡേറ്റ് ഇപ്പോൾ ഡെൻവർ ഇങ്ങനെ കുടിച്ചാലാണ് കാണാൻ പറ്റുള്ളൂ. ഉണ്ടോ ഡെൻവർ ഇപ്പം തന്നെ നോക്കുകയാണ് ഞാൻ കാണിച്ചിടാം. ഇങ്ങനെ ആയിക്കോട്ടെ. വായിലൊക്കെ കൊണ്ടിരുന്നു എല്ലാ സ്ഥലത്തും ഇട്ട് നമുക്ക് കാണാം. നമുക്ക് എല്ലാ സ്ഥലത്തും ഇട്ടിട്ട് ഞാൻ കാണാട്ടോ. അപ്പം ഗായ്സ് ഡോട്ടിൻ്റെ ഒരു ഇതാണ് കണ്ടോ. നമുക്കിത് തൂത്തിട്ട് കാണാം. അപ്പോൾ ഗായ്സ് പൗഡർ നെക്സ്റ്റ് നമ്മുടെ ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലാവും, കാണിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിൽ പേപ്പർ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതാണ്. ഐലൈനർ 2 ഐലൈനർ ഉണ്ട്. ഇതൊന്നും നല്ലതാണ്. അത് ഞാൻ എൻ്റെ 2 അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആദ്യം ഞാൻ ബാഗിലോട് ചെറിയൊരു ബാഗിലിട്ടിരുന്നേ. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ 2 ഇങ്ങനെ പേപ്പർ ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ ഒരു പുതിയ ഐലൈനറിൽ ഇത് ഡാസ്ലർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഈ പേപ്പർ ഇങ്ങനെ ഊരിക്കളഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ കറക്റ്റാവും. പിന്നെ വേറൊരു വ്യത്യാസം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചാലോ. കണ്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഞാൻ പേപ്പർ കെട്ടിക്കണ ഐലൈനർ ഇവിടെ ക്യൂട്ടൻസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ തൊട്ടില്ല. നിൽക്കണ ഒരു കണ്ടിട്ട് 20 സെക്കൻഡ് എന്നാണ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വീഡിയോസ് കണ്ടു. മറ്റൊരു ഐസ് പോലത്തെ സാധനം അങ്ങനെ വരുന്ന ഐലൈനറിന് ഇങ്ങനെ 2 നെവർ ചെയ്യാനുണ്ടോ. നമുക്ക് ഇതങ്ങോട്ട് മാറ്റിപ്പോ ഞാൻ കാണിച്ചു പൊട്ട് തൊടണം. എനിക്കിങ്ങനെ എനിക്ക് ഒരു കുഞ്ഞി പൊട്ടുണ്ടോ. പക്ഷെ അമ്മ പറയും ആ പൊട്ട് തൊടണ്ട, കളർ പൊട്ട് വേറെ തൊട്ടോ മതി. പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. നമുക്ക് കണ്ണെഴുതണോ എന്നൊന്നും ആലോചിക്കണം. കണ്ണെഴുതാം. പുറത്ത് കണ്ണെഴുതും കൂടി ഒന്ന് എഴുതി കൊടുക്കും. അപ്പം 2 കണ്ണെഴുതി. വാല് എനിക്ക് ഇടണം ഇഷ്ടമല്ല. ആദ്യം ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം കണ്ണെഴുതാൻ പഠിച്ചത്
രണ്ടാം ക്ലാസ് വെച്ചാണ്. രണ്ടാം ക്ലാസ് ഞാൻ വെറുതെ എൻ്റെ ഒരു വേറെ ഐലൈനറുണ്ട് വലുത്. ഇത് ഇത്രയെങ്കിലും ഉണ്ടാവുന്നുണ്ട്. പൗഡറിൻ്റെ ഹാഫ് ഇത് റെഡിൽ അതിൻ്റെ ഇടയിൽ 6 വരെ ഉണ്ടാവും. അതാണ് കണ്ടു കണ്ണിൽ പോയി. അതിനെക്കാട്ടും ഇത്തിരി അതും വെച്ച് ഞാൻ വെറുതെ ഒന്ന് കണ്ണെഴുതി. അപ്പം മുതൽ എനിക്ക് ഐലൈനർ ഇടുക ഭയങ്കര ഇഷ്ടമുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റായില്ലാണ്ട് ഒരു ജീവനില്ല, അപ്പോൾ ഇല്ലാണ്ടില്ല. നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് ആട്ടെ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് തീർന്നു ഗൈസ്. എൻ്റെ പുതിയ തിരിപ്പുണ്ട്, ഞാൻ ഉപയോഗിക്കൂലത്. ഇന്ന് വിചാരിക്കുന്നത് എൻ്റെ അപ്പം ഇങ്ങനെ കണ്ടിട്ട് കണ്ണിലെ പോയി നിർത്തി. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇത്തിരി ഡാറുള്ള അത് ഇത്തിരി തുമ്പത്തി ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇട്ടിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്പ്രെഡ് ആക്കും. ലൈറ്റായിട്ടായിട്ടുള്ളൂ നമുക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ. നെക്സ്റ്റ് ചന്ദനമാണ് മീൻസ് നമ്മുടെ ഇതാണ് എന്നാൽ ആ മഞ്ഞപ്പൊടി നമ്മുടെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ്. നെക്സ്റ്റ് ഭസ്മമാണ്. ഭസ്മ ഞാനൊരു പാക്കറ്റിലാണ് വാങ്ങിച്ചത്. പതിയെ കയ്യിലെടുത്തിട്ടാണ്. കളഞ്ഞല്ല കേട്ടോ, അപ്പുറത്തൊരു കയ്യിലിട്ടാണ്. ഓക്കെ നെക്സ്റ്റ് എന്താണെന്ന് പറയുക, ബാംഗിൾസ് നമുക്കൊരു കയ്യിൽ ഇടാം. നമുക്കൊരു കയ്യിലിട്ടിട്ട് കാണാം. നമുക്ക് ഇടണം. അത് ഞാൻ വെറുതെ ഇങ്ങനെ ആക്കിയതാണ്. ഈ ഒരു കയ്യിലിടാം. 3 2 1 ഇപ്പഴത്തെ കയ്യിലിടണ്ടേ ഗൈസ്. ഇതാണ് കേട്ടോ പാട്. നോക്കിടാം. നിങ്ങൾ വിചാരിക്കും വെറുതെ ഞാൻ തന്നെ ഇങ്ങനെ ഞാൻ വെറുതെ. നെക്സ്റ്റ് ഇയറിങ്സ് ബ്ലാക്ക് നമുക്കൊരു ഇതിലിടാം. നമുക്ക് ഇപ്പുറത്തിടാം. ഗൈസ് പോയി ഇപ്പുറത്തിടാം. നെക്സ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇതേപോലത്തെ യാർഡിൽ ഡ്രസ്സാണ്. സൂപ്പർ സാധനം കേട്ടോ. നമ്മുടെ മേത്തും നമ്മുടെ ഇതിലൊക്കെ നല്ലോണം ഇങ്ങനെ ചേർക്കാൻ പറ്റും. സ്മെല്ലാണ്, പക്ഷെ കയ്യിൽ നമുക്ക് എങ്ങനെ അറിയില്ല. ഇതിലൊക്കെ നമുക്ക് നല്ലോണം തേക്കാൻ പറ്റുന്ന എല്ലാ ബോഡിയിലും തേക്കാം കേട്ടോ. ബാക്ക് കാണിച്ചിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ തേച്ച് നോക്കാം. ഈ ആടിൽ ജെൻട്രമെൻ്റൽ പല സാധനം. അപ്പം ഗൈസ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഗൈസ് തന്നെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കുറച്ച് മുടി കൂടി ഇടാം. കണ്ടോ ഞാൻ ഡ്രസ്സിനെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ച് കണ്ടോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞത് ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ഇത്ര ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. പോസുകളൊക്കെ എനിക്ക് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്ര ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.